അപ്പോൾ ടി വി പ്രസാദ് ഇന്നിപ്പോ നരേന്ദ്രമോദി എത്തുന്നുണ്ട്, രാഹുൽ ഗാന്ധിയും എത്തുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ ഈ പ്രചരണ രംഗത്ത് താരപ്രചാരകരെ ഇറക്കുമ്പോൾ ഇവരുടെ പ്രതീക്ഷകൾ? ഉറപ്പായും NDA ക്യാമ്പിൽ വലിയ ആവേശം പകർന്നുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ വരവ്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ അരുൺ, നേരത്തെ ഒരു തവണ നരേന്ദ്രമോദി എത്തി. പക്ഷേ ഈ ഒരു വരവിലുള്ള പ്രത്യേകത അത് FCR എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. കാരണം ക്രിസ്തീയ സഭകളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇതുവരെയും BJP നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്നലെ കിരൺ റിജിജു അവരുടെ യോഗം വിളിച്ച സമയത്ത് അപ്രധാനരായ നേതാക്കളെ അയക്കുന്ന രീതിയിലേക്ക്, മറ്റു രീതിയിൽ പറഞ്ഞാൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടവർ പോകാതെ പ്രാതിനിധ്യം എന്ന നിലയിൽ മാത്രം കൈകാര്യം ചെയ്യുന്ന കണ്ടു. ഇന്നിപ്പോൾ നരേന്ദ്രമോദി കേരളത്തിലെ 2 വേദികളിൽ, തിരുവനന്തപുരത്തും തിരുവല്ലയിലും ഇക്കാര്യങ്ങൾ പറയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും BJP ക്യാമ്പിൽ ആവേശം പകരുന്നതാണ്. NDA ക്യാമ്പ് ഇളകി മറിയും. ആദിൽ പാലോട് കൂടി നമുക്ക് ഒപ്പം ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് ആദിൽ പാലോട്. വെരി ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. തിരുവനന്തപുരത്ത് മോദിയാണ് എത്തുന്നതെങ്കിൽ എറണാകുളത്തും ഒക്കെ ഇന്നിപ്പോ രാഹുൽ ഗാന്ധി എത്തും. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പര്യടനം. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ UDF മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രകടന പത്രികയൊക്കെ ഉയർത്തിക്കാട്ടിയായിരിക്കും ഇന്ന് രാഹുൽ ഗാന്ധി കളം പിടിക്കാൻ പോകുന്നത്. തലസ്ഥാനത്ത് മോദി, മധ്യ കേരളത്തിൽ രാഹുൽ. ഇന്ന് കടുക്കുമല്ലേ പ്രചരണം, അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്താൻ പോവുകയാണ്. ആദിൽ പാലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. UDFന്റെ താരപ്രചാരകരിൽ 1ാം സ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധി എത്തുകയാണ്. വലിയ ആവേശത്തിലാണ് മധ്യകേരളം എന്നുള്ളതാണ്. നേരത്തെ ഒരു തവണ വന്നു പോയിരുന്നു. 2ാമത്തെ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ ആദ്യം ആലപ്പുഴയിലാണ് പരിപാടി. ആലപ്പുഴയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ശേഷം ഇടുക്കിയിലേക്ക് പോകുന്നു. ഇടുക്കി കഴിഞ്ഞാൽ എറണാകുളത്ത് 2 പരിപാടികൾ. അതിൽ ഒന്ന് ഉച്ചയ്ക്ക് 1:45 ഫോർട്ട് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന്റെ പ്രചരണ യോഗത്തിൽ പങ്കെടുക്കും. അത് കഴിഞ്ഞാൽ പട്ടിമറ്റത്ത് VP സജീന്ദ്രന്റെ പ്രചരണ യോഗത്തിലും പങ്കെടുക്കും. അങ്ങനെ 4 പരിപാടികൾ പൂർത്തീകരിച്ചാകും രാഹുൽ ഗാന്ധി മടങ്ങുക. രാഹുൽ ഗാന്ധി കഴിഞ്ഞ വരവിൽ തന്നെ പ്രധാനമായും ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്വർണ്ണക്കൊള്ളയാണ് എന്നുള്ളതാണ്. സ്വർണം കട്ടത് ആരപ്പ എന്ന് മലയാളത്തിൽ ചോദിച്ചത് വലിയ തോതിൽ ചർച്ചയാവുകയും വലിയ വിമർശനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിരുന്നു. FCR വിഷയം ഉന്നയിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളൊരു പ്രചരണങ്ങളിലേക്ക് കാര്യങ്ങൾ രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വർണ്ണക്കൊള്ള ആവർത്തിച്ച് എവിടെയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ സ്വർണ്ണക്കൊള്ള പരാമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നുള്ളതാണ്. BJPയും LDFും ഉള്ള ഒരു കൂട്ടുകൃഷിയാണ് പല ഭാഗത്ത് നടക്കുന്നത്. കൂട്ടുകച്ചവടമാണ് മോദിയും പിണറായിയും തമ്മിലെന്ന ആക്ഷേപം. അങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ട് LDFനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള പ്രസംഗങ്ങളും പരാമർശങ്ങളുമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ പരിപാടികളിലും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അരുൺകുമാർ. ഇതിനൊപ്പം തന്നെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരടക്കം മധ്യ കേരളത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ദേശീയ നേതാക്കൾ, 1ാം നിര 2ാം നിര നേതാക്കളെല്ലാം കേരളത്തിലെത്തുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച.